പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയാണ്. നമ്മളെ കൂടാരത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് നമ്മൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻറ്റുകൾ വായിക്കാൻ പോകുന്നത്. വായിക്കട്ടെ. വായിച്ചു. ഒരു പ്രവാസിയുടെ പേര് പ്രശാന്ത് എന്നാട്ടാ. 43ാമത്തെ മിനിറ്റിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചീവീടിൻ്റെ സൗണ്ട് എന്താ രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ശബ്ദം. വൈകുന്നേരം വീട്ടിലിരിക്കുന്ന പോലെ തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീവീടിൻ്റെ ശബ്ദം. എനിക്ക് അത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു. കുറേ കേൾക്കുമ്പോഴേ നിർത്താണ്ട് കേൾക്കുമ്പോ ഇപ്പൊ അതൊന്നും അറിയാറില്ലേ. ചീട് എന്ന് പറയാം ഞങ്ങള് തൃശ്ശൂർക്കാര്. ചീടിന്റെ ശബ്ദം പറയാ. വേറെ ചീവീടിന്റെ ശബ്ദം എന്ന് പറയില്ലേ. ചീടിന്റെ ശബ്ദം തൃശ്ശൂർക്കാരെന്ന് അങ്ങനെ മുഴുവനാക്കി പറയണ്ട. വേണ്ട, ഞാൻ പറയുന്നില്ലേ. ലിജി റാഫേൽ, നമസ്കാരം അജു. ഇന്ന് പ്രതികരണ പരിപാടി നല്ല പോസിറ്റീവ് എനർജി. രണ്ടുപേരുടെ അവതരണം, ഡ്രസ്സ് നന്നായിട്ടുണ്ട്. ഇന്നത്തെ അവതരണം എല്ലാം കൊണ്ടും പൊളിയാണ്. ഞാൻ തൃശ്ശൂരാണ്, ഇപ്പോൾ മസ്കറ്റിലാണ് വർക്ക്. അടുത്ത് യമുന സുനിൽ, ഹായ് അജു സരിത, നിങ്ങളുടെ വീഡിയോസ് എന്നും കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കമന്റ് ഇടുന്നത്. അടുത്ത് ആൻസ്, ഹായ് ഹലോ അജു സരിത ജഗ്മൻ, ആസ് യൂഷ്വൽ സൺഡേ വീഡിയോ റിയാക്ഷൻ ടു കമന്റ്സ്. ചെറിയേട്ടൻ ആൻഡ് അനിൽ ചേട്ടൻ ഹാസ് സിമിലർ റിസംബ്ലൻസ് ലൈക്ക് അച്ഛൻ. ബ്ലെസ്സിങ്സ് ഓഫ് ടേക്ക് കെയർ ഓഫ് അവർ ഏജ്ഡ് പാരൻസ് ആർ ബിയോണ്ട് മെഷർ. ഇന്നത്തെ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ്, ബൈ. സന്തോഷം. അടുത്തത് ലൈഫ് സ്റ്റൈൽ ദീപ, സരിത പഴയകാല കഷ്ടപ്പാടുകൾ എത്ര സത്യസന്ധമായിട്ടാണ് പറയുന്നത്. സരിതയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഞാനും എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓർത്തുപോയി. ഞങ്ങൾ 5 പെൺമക്കളായിരുന്നു. അച്ഛൻ ഗൾഫിൽ നിന്നും എണ്ണിച്ചുട്ട അപ്പം പോലെ അയക്കുന്ന പൈസ കൊണ്ട് അരിഷ്ടിച്ചുള്ള ജീവിതം. നമ്മുടെ ആവശ്യങ്ങളൊന്നും പറയാൻ തോന്നില്ല. സരിത പറഞ്ഞ വാട്ടർ ബോട്ടിലിൻ്റെ അനുഭവം എനിക്കും ഉണ്ടായിരുന്നു. ഇന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ അതെല്ലാം ഓർക്കും. നിങ്ങളെ നല്ല ഇഷ്ടമാണ്, കാണാൻ ആഗ്രഹമുണ്ട്, ഒരു ദിവസം വരും. നമ്മളൊക്കെ നമ്മളുടെ ആ കഷ്ടപ്പാട് അറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരുന്നു. ഇന്നത്തെ തലമുറ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എത്ര ഇഷ്ടങ്ങളുള്ള സാധനങ്ങളാണെങ്കിലും വീട്ടുകാരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. വേണമെന്ന് ചോദിച്ചാലും വേണ്ടാന്ന് പറയും. അപ്പം നമുക്ക് പിന്നീടുള്ള ജീവിതത്തിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തിയും നമുക്കത് പറ്റും. പക്ഷേ ആ കുറേ കുട്ടികളെ ബുദ്ധിമുട്ട് അറിയിക്കാണ്ട് വളർത്തിയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അതായത് അവരെന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്നിട്ട് അപ്പം വാങ്ങിച്ചു കൊടുക്കും. നമ്മള് ഇങ്ങനെ പല അച്ഛനമ്മമാരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും സെയിം ഡയലോഗ്, നമുക്കോ ഇതൊന്നും കിട്ടിയിട്ടില്ല, നമ്മൾ തന്നെ നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊക്കെ എന്തോരം കൊതിച്ചിട്ടുണ്ട്, അപ്പം നമ്മുടെ മക്കൾ ആ വിഷമം അറിയരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ചോദിക്കുന്ന സാധനം ചോദിക്കുമ്പോഴേക്കും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ 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 അവരുടെ ആവശ്യങ്ങൾ നമ്മളെ സാധിപ്പിച്ച് കൊടുക്കണതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തും. അപ്പം നമ്മളത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാവം മാറി. പിന്നെ ഒരു ആത്മഹത്യ ചെയ്യലും നാട് വിട്ട് പോലും അങ്ങനെ എന്തായി. അപ്പൊ ജഗ്ഗുനയിലും കുഞ്ഞിതിലെ തൊട്ട് നമുക്ക് അതുപോലെ ബുദ്ധിമുട്ടാണ് എന്നോണ പറയണതല്ല. അവന് ചേട്ടൻ്റെ പേഴ്സൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കും. കണ്ട ഉണ്ണി അച്ഛൻ്റെ ഒന്നുമില്ല. അപ്പൊ അവനും അതെ ഒരു സാധനം അത്ഭുതമാണ്. ഒരു അമ്പലപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ, പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ കാണുമ്പോൾ കുട്ടിയോട് വാശി പിടിച്ച് കരയില്ലേ. ഒരു സാധനത്തിന് പോലും അവൻ വാശി പിടിച്ച് കരയാറില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ. മറ്റേ റിലീഫിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ 3 ദിവസം കൂടെ ഉള്ളോ കേറി ഇരുന്ന് ഓടിപ്പിക്കാൻ പറയണ BMW എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറുകളില്ലേ, അത് ബാറ്ററി കാറൊക്കെ, അത് വേണമെന്ന് പറഞ്ഞിട്ട് വില നോക്കിയപ്പോ അതിന് 25,000 അതിന്റെ വില. അങ്ങനെ അത് വാശി പിടിച്ച് കരഞ്ഞ് ഞാനും അമ്മയും കണ്ണംകുളങ്ങര തങ്കമണിയിലുള്ള ഒരു റിലീഫ് ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ അവന് ഡ്രസ്സ് എടുക്കാൻ എന്തിനോ പോയി തന്നെയാ. അതിനെടുത്തിട്ട് ഒരു കണക്കിനെ ഇറക്കി കൊണ്ടുവന്നോടുകൂടി ആൾ ഓർക്കിട്ട് വാങ്ങിച്ചരാം, പിന്നെ കാശ് ഉണ്ടാകുമ്പോ വാങ്ങിച്ചരാട്ടാ. അതിന് എന്താണ് കാശ്, എന്താണ് അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടൊന്നും അറിയാത്ത പ്രായമല്ലേ. 3 ദിവസം അതല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴായാലും എന്തിട്ടെങ്കിലും വേണമെന്ന് പറയുമ്പോൾ എന്തിനു വെറുതെ കാശ് കളയണേ എങ്ങനെ ചോദിക്കുക. അതെ, ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ രാജലക്ഷ്മി ചേച്ചി 5,000 രൂപ അയച്ചു. ജഗ്ഗുവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തു കൊടുക്കട്ടാ എൻ്റെ വക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞിടാ, അതേ നിനക്ക് രാജലക്ഷ്മി ആൻറ്റി പൈസ അയച്ചു തന്നിട്ടുണ്ട്, ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കല്ല ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടല്ലോ അമ്മ എനിക്ക്. പിന്നെ സ്കൂളിലേക്ക് എന്നും യൂണിഫോം ഇട്ട് ഇങ്ങനെ പോണാരം പുറമേക്ക് പോലെ കുറവാ, ഉള്ള ഡ്രസ്സ് തന്നെ നമുക്ക് ഇടല് കുറവാ. അപ്പോൾ അല്ല അതന്നെ ഇടണില്ലേ, ഉള്ള തന്നെ ഇടണില്ലേ, എനിക്ക് ആ പൈസ തന്നോ, ഞാൻ അത് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം അവനൊരു ചെറിയൊരു ബാങ്ക് ലോക്കർ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അത് അവന് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നമ്പർ ലോക്കൊക്കെ വെച്ചിട്ട് തുറക്കണതൊക്കെ ആയിട്ട് ATM ഇതുപോലത്തെ ഒരു സാധനം. അപ്പോൾ ആൾ കൊടുക്കണ പൈസയൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തേക്കാം. അപ്പോൾ ഒരു കുഞ്ഞു ബുക്കും പേനയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പൈസ 5,000 കൊടുത്തു. അപ്പോൾ ആ ഡേറ്റ് എഴുതും, 5,000 തന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ അവൻ എടുത്തു തരും.
അപ്പൊ ആ ഡേറ്റിൽ ഇത്ര പൈസ കൊടുത്തു എന്നിട്ട് അതൊക്കെ എഴുതി അങ്ങനെയൊക്കെ വെച്ച് ഒരു ബുക്കും പേനയും വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് അങ്ങനെ ആ കിട്ടണ പൈസയൊക്കെ അവൻ അതിൻ്റെ ഉള്ള വെക്കുക. അങ്ങനെ ശീലം, അതങ്ങനെ ഒരു ശീലം ഉണ്ട് അവന്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചുകൊണ്ട് അത് അറിയിച്ചുകൊണ്ട് തന്നെ വളർത്തണം അല്ലേ. ചില കുട്ടികൾ പറയാണ്ട് തന്നെ മനസ്സിലാക്കണവരുണ്ടാവാട്ടാ. അടുത്ത ഗീതമ്മ സുഭാഷ്. ആ തേങ്ങാക്കൊത്ത് അതിലിടുന്നത് കണ്ടപ്പോഴേ ഞാൻ മനസ്സിലോർത്ത്, ദൈവമേ സരിത ഇല്ലാത്തതിന്റെ അപാകതയാണല്ലോ, സരിത ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടാ അതിടല്ലേ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചേനെ. ശരിയാ. ഇത് ചേട്ടൻ ഞാൻ ഷോപ്പിലാണല്ലോ, അപ്പോൾ രാവിലെ അതിൻ്റെ തലേദിവസം ഒക്കെ പറഞ്ഞിട്ടേ നാളെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കും, അത് ഉണ്ടാക്കണത് പറഞ്ഞുതരാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ചോദിച്ചു, എന്നോട് വീണ്ടും വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഷോപ്പിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചു, അതൊക്കെ എത്ര അളവ് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ വീണ്ടും അത് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ പോയതിന് ശേഷം എന്നെ ഫോൺ വിളിച്ചു, ഇതേ ഞാൻ ദേ ഉണ്ടാക്കാൻ പോവാ, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ. അപ്പം ഞാൻ അത് വീണ്ടും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് നീ വോയിസ് വാട്സപ്പിലൊന്ന് അയച്ചേ, സംശയം ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. ആ വോയിസും ഞാൻ അയച്ചു കൊടുത്തു, ഉണ്ടാക്കേണ്ട വിധം കറക്റ്റായിട്ട് പറഞ്ഞിട്ട്. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഫസ്റ്റത്തേലും എനിക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയില്, സംസാരത്തിന്റെ ഫ്ലോയില് അതൊക്കെ അത് നമുക്ക് അതിലെല്ലാവർക്കും വേണമെങ്കിൽ അബദ്ധം പറ്റാം. അതിനപ്പോ ഈ പുല്ല് വലിക്കാൻ അവരായിട്ട് വർത്താനം പറയുന്നുണ്ടേ, പിന്നെ അത് ശ്രദ്ധിക്കാണ്ട് ഇട്ടിട്ടുണ്ട് പോയി. എത്രയുള്ളൂ റോസമ്മ, അതിൽ കുറേ പേര് അതാ പറഞ്ഞേക്കണേ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇടല്ലേ ഇടല്ലേ എന്ന് പറയുന്നുണ്ട്. റോസമ്മ റൈനോൾഡ്. സൂപ്പർ ഉണ്ണിയപ്പം. എൻ്റെ ജഗ്ഗു ബ്രോ, ഉണ്ണിയപ്പ റെസിപ്പി നോക്കിയിരുന്ന ഞാൻ വറുത്ത തേങ്ങാക്കൊത്ത് മിക്സിയിലിട്ടപ്പോൾ എൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി. എന്തായാലും അബദ്ധം പറ്റിയതല്ലേ, ക്ഷമിച്ചിരിക്കുന്നു. സരിതാമ്മ ഇല്ലാഞ്ഞത് നന്നായി. അടുത്തത് ഓഫ് ക്ലിഡ്. വളരെ വിഷമിച്ചിരിക്കുന്ന ഡേ ആയിരുന്നു. ഈ വീഡിയോ അങ്ങ് കണ്ട് ചിരിച്ചു ചത്തു. റിവൈൻഡ് അടിച്ച് ചിരിച്ചു. താങ്ക് യു ചേട്ടാ. നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന വാക്കുകളാണ്. ആളുകൾക്ക് സന്തോഷം നൽകാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് അതെ. ഒന്നാമത്തെ എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് പല തരത്തിലുള്ള പ്രശ്നങ്ങളും സ്ട്രെസ്സും ടെൻഷനും ജോലിയുടെയും വീട്ടിലത്തെ ഒക്കെ ആയിട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളും കൂടി വീണ്ടും ടെൻഷൻ അടിപ്പിക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനും പോകണ്ടല്ലോ. സ്പൈസ്ഡ് അപ്പ്. ഐ ലൈക്ക് ദ വേ ഹൗ അജുബ്രോ ഇസ് ട്രീറ്റിംഗ് ദ വർക്കേഴ്സ്. ഉണ്ണിയപ്പം ലുക്സ് ഗുഡ്, ഡിഫറെന്റ് എ സ്മോൾ ട്വിസ്റ്റ്. അടുത്ത ആദർശ് പണിക്കർ. നമസ്തേ ജുവേട്ടാ, സരിത കൊള്ളാം, ഉണ്ണിയപ്പം മനോഹരം. ഉണ്ണിയപ്പം പ്രണയമില്ലാത്തവർ ആരും ഉണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റ്. പിന്നെ ഡിവൈൻ സാമീപ്യവും ഒക്കെയുള്ളൊരു വിഭവമാണ്. സാധാരണ ഗണപതി പൂജയ്ക്ക് ഉറപ്പായും ഹൈന്ദവ വിശ്വാസികൾ ഉണ്ണിയപ്പം ഉപയോഗിക്കാറുണ്ട്. ഗണപതി പൂജയ്ക്ക് ശേഷം കിട്ടുന്ന ഉണ്ണിയപ്പം കഴിക്കാൻ ഇപ്പോഴും വലിയ തിരക്കാണ്. ശരിയാ, നമ്മുടെ വടക്കുന്നാഥനിലൊക്കെ തിരക്കാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. ഇവിടെ ഉണ്ണിയപ്പത്തിന്റെ മേക്കിംഗ് രീതി തന്നെ വളരെ മനോഹരം, വ്യത്യസ്തവുമാണ്. സാധാരണ അരിപ്പൊടിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇവിടെ പശുവിൻ പാലിൽ റവ കുതിർത്തരച്ചാണ് ഇതിന്റെ കൂട്ടുണ്ടാക്കുന്നത്. അരിപ്പൊടിയും തേങ്ങാപ്പാലും ചേർത്ത് ഇത് ഉണ്ടാക്കാം. എന്തായാലും വീഡിയോ രുചി മധുരം മനോഹരം. പിന്നെ വീട്ടിലെത്തിയ ചേച്ചിമാരും അവരുടെ സംസാരവും അവരെ സ്വന്തം വീട്ടുകാരെ പോലെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ രീതിയും ഒക്കെ തന്നെ മലയാളികളിൽ ചിലർ കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് എത്തുന്നവരെ പോലെ അതിഥി ദേവോഭവ എന്ന ആപ്തവാക്യത്തിൽ കുറച്ച് നാം ഹൃദയത്തോട് ചേർക്കുന്ന ആ രീതി, അതൊന്നും നമ്മളിൽ നിന്നും മറഞ്ഞു പോയിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണം ഇവിടെ കാണാം. പിന്നെ ജഗ്ഗുവിൻ്റെ സാന്നിധ്യവും അജുചേട്ടൻ്റെ തമാശകളും ഒക്കെ കൂടി വീഡിയോ മനോഹരം, മധുരതരം, ഹാപ്പി, സ്നേഹം, ഇഷ്ടം. പിക്ചർ ക്ലാരിറ്റി പതിവ് പോലെ തന്നെ മനോഹരം, ലൊക്കേഷൻ പ്രിയതരം, മറ്റൊരു മനോഹരമായ വർണ്ണക്കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. പാട്ട് ഇപ്പൊ കുറവാണ്, മഴ പെയ്ത് തുടങ്ങി. അപ്പൊ ഇവിടെ ഇത് നന്നായി. ഞാൻ പുറത്ത് കസേര കൊണ്ടിട്ട് വെച്ചായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ സെറ്റാക്കി. കാരണം ഞാൻ പറഞ്ഞു, മഴ നമ്മള് ഈ പെട്ടെന്ന് എടുത്ത് തീരണതല്ല, ഇത് 1.5 മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ ഇത് വായിക്കായിരിക്കും. അപ്പൊ എന്തായാലും മഴ പെയ്യും. മഴ ദിവസമാണ് ഇന്ന്, തെളിഞ്ഞ കാലാവസ്ഥയേ അല്ല. നമുക്ക് ഇവിടെ ഇരുന്നാൽ അപ്പൊ ഇടയ്ക്ക് എണീറ്റ് പോകാൻ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റാക്കിയതാ. ഞാൻ ഡ്രസ്സ് മാറി വരുമ്പോഴേക്കുണ്ടതൊക്കെ എടുത്ത് അവിടേക്ക് വെച്ചിരുന്നു. അപ്പോഴേക്ക് മഴ പെയ്തു, കസേരയൊക്കെ നനഞ്ഞു. വീണ്ടും കിടന്നു. ജഗ്ഗ് പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഇരുന്ന. അടുത്ത ലേലി ബേസിൽ ഉണ്ണിയപ്പം ചെയ്യുമ്പോൾ സരിതില്ലാതിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഇന്ന് അബദ്ധം പറ്റുമെന്ന്. പക്ഷെ അജു അതും കടത്തി വെട്ടി വിജയിച്ചു. ഉണ്ണിയപ്പം സൂപ്പറാക്കി. ചേട്ടൻ അത് അരച്ച സ്ഥിതിക്ക് കുറച്ചും കൂടി അത് കൊത്തി, ഞാനത് പറഞ്ഞു ചേട്ടനോട്, കുറച്ചും കൂടി എടുത്തിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലിടായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഒന്നുകൂടി കൂടി അത് കടിക്കാൻ കിട്ടില്ല ഇടയ്ക്ക്. നമ്മുടെ മത്സരിച്ച് നാളേറെ ചെരുകി ഇത് വറുത്തിടും, നല്ല ടേസ്റ്റാ. ഇനി നമുക്ക് അങ്ങനെ ഇട്ടോ അല്ല, ഇതെന്നെ കൂട്ട് ഇതിന് കുറച്ച് നാളേരം വറുത്തിടാം, നെയ്യില് വറുത്തിട്ടിടാം.
അടുത്തത് മായാ നന്ദികത്ത്. അജു ചേട്ടാ, ഉണ്ണിയപ്പ ദൈവങ്ങൾ അനുഗ്രഹിച്ചു, അരച്ചാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു അത് ഇടല്ലേ എന്ന്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നമ്മളുടെ ഹൈന്ദവ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവങ്ങൾ കൂടുതലാണ്, 33 ദേവകളുണ്ട്. അത് കൂടാണ്ടാണ് ചേട്ടൻ ഇപ്പൊ കുറെ പേരെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂർക്ക ദൈവങ്ങളും അല്ലേ, ഇപ്പൊ ഉണ്ണിയപ്പ ദൈവങ്ങളും റംബുട്ടാൻ ദൈവങ്ങളൊക്കെ ഇട്ട്. ഹരിലാൽ, സത്യമായിട്ടും വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാലോചിച്ചു, നാളേരെ കുത്ത് എന്തിനാ മിക്സിയിൽ ഇട്ടതെന്ന്. അപ്പം തന്നെ അജു ചേട്ടൻ വന്ന് പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റി, ചിരി വന്നു. ജഗു ചിരി സഹിക്കാൻ പറ്റാതെ മാറി നിന്ന് ചിരിക്കുന്നു. സരോജ ദേവി, ഉണ്ണിയപ്പത്തേക്കാൾ ഇഷ്ടമായത് അജുവിൻ്റെ സംസാരമാണ്, ചിരിച്ചു മതിയായി. അടുത്തത് ജാൻസി കുര്യൻ, തേങ്ങ വറുത്ത് മിക്സിയിൽ കറക്കി ചേർത്താൽ നല്ലതാണ്, ഇതിന്റെ കൂടെ അല്പം കപ്പലണ്ടിയും പൊടിച്ച് ചേർത്താൽ വളരെ ടേസ്റ്റ് ആണ്. പുതിയ പുതിയ ലേലി ബേസിൽ, അജു സരിത ജഗ്ഗുമോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ കണ്ട് കുറേ ചിരിച്ചു, കാരണം എനിക്ക് എന്താ ഇത്രയും പ്രായമായിട്ടും വയറ് വയ്ക്കാത്തത് എന്ന് ചോദിച്ചില്ലേ. ഓരോരുത്തർ ഇവിടെ വയറ് കുറയ്ക്കാൻ പാടുപെടുന്നു. യോഗ, പറമ്പിലെ ജോലി, നടത്തം തുടങ്ങി ഉള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് വയറ് വരുന്നത്? അടുത്തത് ഗായത്രി ദേവി, സരിത വരുമ്പോൾ ഇന്ന് കേക്കാട്ടാ ആ തേങ്ങക്കൊത്ത് അരച്ചതിന്. ഒന്നും ഉണ്ടായില്ല. അടുത്തത് ഷീബ ജോസ്, അജു ജഗ്ഗുവിൻ്റെ ചിരി, സരിത ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരുപാട് ചിരിച്ചു. അജുവിൻ്റെ ഇത് എന്ത് തേങ്ങ, അത് കേൾക്കാൻ നല്ല രസമാണ്. റഹീന, വെറുതെ അല്ല സരിത വിമർശിക്കുന്നത്, ചിരിച്ചും എടുത്തു. എന്നാൽ എൻ്റെ സരിത നീ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ്റെ ഇഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടി. സരിത വന്നിട്ട് എന്താണ് പറഞ്ഞത് അടുത്ത വീഡിയോയിൽ പറയണം കേട്ടോ. ആ കോമഡി കുക്കിങ്ങിൽ പങ്കെടുക്കാൻ പോകൂ ചേട്ടാ. കോമഡി കുക്കിംഗ് ഏതൊരു ചാനൽ ഹോട്ട്സ്റ്റാറിൽ ഉണ്ട്. ചേട്ടനെ വിളിക്കാൻ ചേട്ടനെ വിളിച്ചെങ്കിൽ ആ എപ്പിസോഡിന്റെ ഇത് തന്നെ മാറും. ഭയങ്കര കോമഡി. ഇപ്പോഴത്തെ കോമഡികൾ എനിക്ക് അത്ര രസമായിട്ട് തോന്നുന്നത്, വളിപ്പ് പോലെ തോന്നും ചിലതൊക്കെ. അതിലെ കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. മുന്നേ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല, അതിനനുസരിച്ചാവും പോവാ. അടുത്ത നീലാഞ്ജലി, അജു നേന്ത്രപ്പഴം കയ്യിലെടുത്തപ്പോഴേ വെള്ളം ഇറക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടു കേട്ടോ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അജു ആ നേന്ത്രപ്പഴം മുഴുവൻ ആ അപ്പത്തിലിടില്ല എന്ന്. വിചാരിച്ച പോലെ തന്നെ ഒരു പകുതി മുക്കാലിട്ടുള്ളൂ, ബാക്കിയുള്ള ഒറ്റ സാപ്പിടൽ. ക്യാമറ ഉള്ളത് കൊണ്ടാണ് ആ ചേച്ചിമാർ ആ അപ്പം മുഴുവനും കഴിക്കാതിരുന്നത്. വീഡിയോ കാണുന്നവർ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടാലോ എന്ന് പേടി ചേച്ചിമാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സരിതയ്ക്കും ക്യാമറാമാനും ഒരു അപ്പമെങ്കിലും കൊടുത്തോ? ഇഷ്ടംപോലെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ടുവന്നു ചേട്ടൻ, ഷോപ്പിലേക്ക് കൊണ്ടുവന്നു. ശരണ്യയും ധന്യും ഒക്കെ കഴിച്ചു. അടുത്ത ജയശ്രീ മനോജ്, അജു ഏട്ടൻ നാളേരക്കൊത്ത് ജാറിലിടുമ്പോൾ ഞാൻ പറയാണ് അയ്യോ അതിലിടല്ല ചേട്ടാ എന്ന്. അപ്പോഴേക്ക് ഇട്ട് കഴിഞ്ഞു. കോഴിക്കോടുള്ള ചേച്ചിയുടെ പേര് ബിന്ദു എന്നല്ലേ. അടുത്ത് ഗില്ലി ബോസ് എവർ, ഇന്നലെ ആണെങ്കിൽ കഴിഞ്ഞും പോയി, നാളെ ആണെങ്കിൽ തുടങ്ങിയിട്ടുമില്ല, ഇന്നാണെങ്കിൽ ഇപ്പം മഴയും വെയിലും മാറി മാറി മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാല്ലേ. ആ സമയത്താണ് അജു ചേട്ടന്റെ വക ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം ഈ സമയത്ത് അജുവേട്ടന്റെ വക ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഭവം മാസായേനെ. നല്ല കമന്റ്. ബീന പ്രഭാകരൻ, എവിടെയോ എന്തൊക്കെയോ ഒരു കുഴപ്പം. ദാസപ്പോ എന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയേ, കാട്ടുകറമ്പൻ ചേട്ടാ ചേട്ടാ കാട്ടുകറമ്പൻ ചേട്ടാ. ദാസപ്പൻ ഓടി, ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഒന്ന് നോക്കിയേ. ഡോക്ടർ വെള്ളത്തിൽ അപ്പൊ ഡോക്ടർ വെള്ളത്തിൽ ചവിട്ടാൻ പാടില്ല. ശ്രീരഞ്ജിനി, ചിരിപ്പിച്ചു കൊന്നു. സരിത കൂടെ ഉണ്ടെങ്കിൽ അബദ്ധം പറ്റില്ലായിരുന്നു, കാരണം അരച്ചു കൊണ്ടുവരുന്നത് സരിതയാവും, അതിനാൽ അത് കാണും. ഇത് അജു തന്നെ ഇട്ട് അരച്ചു. ഞാൻ വിചാരിച്ചത് എന്താ പുതിയ റെസിപ്പിയാണോ വറുത്ത തേങ്ങാക്കുത്ത് അരയ്ക്കുന്നതെന്ന്. സാരമില്ല, വറുത്തതായതിനാൽ അത് അരഞ്ഞില്ലേ, ഭാഗ്യം. അടുത്തത് സോജ എം വി, ഒരു 100 തവണ പറഞ്ഞു നാളെ ഇടല്ലേ എന്ന്, കേട്ടില്ല അല്ലേ. സാരില്ല, എല്ലാവരും പറയുന്നത് എല്ലാമാണ്. ഇതൊക്കെ അജു വീഡിയോ പിടിച്ച കാരണം എല്ലാവരും കണ്ടു, ഞങ്ങളൊക്കെ ചെയ്യുന്നത് ആരും കാണുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഇതിനെന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിപ്പോൾ നമുക്ക് അബദ്ധം പറ്റിയതാണ്, തെറ്റ് പറ്റിയതാണ്, ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഇതാണ് ഇടുന്നില്ല, തേങ്ങാക്കൊത്ത് ഇടുന്നു. അത് ഇട്ടത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മളത്തേക്ക് ഈ മിക്സിയുടെ ജാറിൻ്റെ ഉൾവശം കാണാത്ത രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് പറയും ഞാൻ അത് അരച്ചു കൊണ്ടുവരാട്ടാന്ന് പറയും. എന്നിട്ട് വേറെ ഈ നാളിരക്കൊത്ത് വറുത്ത് വേറെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ കൊണ്ടിട്ട് വീണ്ടും അരച്ചു കൊണ്ടിട്ട് അതിലേക്ക് നാളിരക്കൊത്തിടും. അങ്ങനെ ചെയ്യാം. ആരും അറിയില്ല. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യുക. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. അത് സ്വന്തം അബദ്ധങ്ങളോ തെറ്റുകളോ മറ്റുള്ളവരെ അറിഞ്ഞാൽ കേടുള്ളവരാണല്ലോ നമ്മൾ ഭൂരിഭാഗം. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമുക്കൊരു തെറ്റ് പറ്റണതോ നമ്മളൊരു തെറ്റ് ചെയ്യുന്നതോ അല്ല നമ്മുടെ പ്രശ്നം, അത് മറ്റുള്ളവരെ അറിയണതാണ് നമ്മുടെ പ്രശ്നം അല്ലേ. തെറ്റുകളായിരിക്കും സംഭവിക്കാം. അത് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒഴുക്കാൻ പറ്റില്ല, പറയും തെറ്റ് മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും പറ്റും. പക്ഷെ നമുക്ക് സംഭവിച്ചൊരു തെറ്റ് മറ്റുള്ളവർ അറിയാതെ നമുക്കത് ഇഷ്ടമല്ല. നമ്മളെ ആളുകൾ എന്താ പറയാ അങ്ങനെ ചിന്തിക്കില്ലേ.
മേഴ്സി ജേക്കബ് സി, ഇരുമ്പ് ചട്ടിയിലാണ് ഇടയ്ക്കിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത്. നോൺ സ്റ്റിക്കിന് കുഴപ്പമില്ല അജു, നല്ല വായാടിച്ചികളാണല്ലോ പുല്ലുപറിക്കാർ. ചായയിൽ ഉപ്പിടരുതെന്ന് പറഞ്ഞത്. അവര് എൻ്റെ ഇത് പറഞ്ഞിട്ട് ചിരിക്കുന്ന അവിടെ നിന്നിട്ടേ അവരെ വർത്താനം കേൾക്കില്ല, മെയ്ക്ക് അവർക്കില്ലല്ലോ. അവർക്ക് ഈ സാധനം അരച്ചത് ഞാനാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരാണെങ്കിൽ അവിടെ നിന്നിട്ട് എന്നോട് കളിയാക്കിക്കൊണ്ടിരിക്കുക അവിടെ നിന്നിട്ട്. എന്ന് വെച്ചാൽ അവരെ വാക്കുകളൊന്നും കേൾക്കണില്ല. അത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഇതിപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഉടനെ ചായയിൽ ഉപ്പിട്ടിട്ടാവും കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അതൊക്കെയാണ്. പിന്നെ അങ്ങനെ ഓരോ തമാശകൾ നല്ല രസമായിരുന്നു. അടുത്തത് റോസ് എഡ്യൂക്കേഷൻ. ഇന്നസെന്റ് പറഞ്ഞ പോലെ ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറം കടന്നവനല്ലേ, ചാടിക്കടന്നവനല്ലേ. അന്ന് ഈ റോസ്മിക്ക്, അതായത് ഞാൻ, അബദ്ധങ്ങളെ പറ്റിയുള്ളൂ, എനിക്ക് ഇതും ഒന്നുമില്ല അജുവേട്ടാ. ഇതൊന്നുമല്ല ചേട്ടാന്നാവും. അയ്യോ, ഇനി മനസ്സിലാവില്ലേ. ഇന്നസെന്റ് പറഞ്ഞ പോലെ ഞാൻ ഇതല്ല ഇതിലപ്പുറം കടന്നവനല്ലേ, എന്നാ ഈ റോസ്മിക്ക് അതായത് ഞാൻ, അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ, എനിക്ക് ഒന്നും അല്ല ചേട്ടാന്ന്. ശരിയാ, ആരെ പറഞ്ഞില്ലേ, നമ്മൾ അടുക്കളയിൽ നമുക്കും അബദ്ധങ്ങൾ കുറേ പറ്റില്ലോ. പക്ഷേ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് നമ്മുടെ അത് പുറം ലോകം അറിയുന്നു എന്ന് മാത്രം. ജെസ്സി ടാർസിസ്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, തറവാട്ടിൽ പോയതായിരുന്നു, ഇന്നാണ് വീഡിയോ എല്ലാം കണ്ടത്. വടാപ്പാവും വിളക്ക് കത്തിച്ച് വെച്ചുള്ള മത്തിക്കറി വെച്ചതും കമന്റ് വായനയും എല്ലാം കണ്ട് ചിരിച്ചും എടുത്തു. ഇവിടെ വന്ന് വീഡിയോ കണ്ടപ്പോഴാണ് സമാധാനമായത്. അവിടെ ഇരുന്നപ്പോൾ അജു സരിതയും കൂടി എന്തൊക്കെയാണ് അവർ കാണിക്കുന്നത് എന്നറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. വന്ന് കണ്ടപ്പോഴാണ് സമാധാനമായത്. സരിത ഇല്ലാതെ ഉണ്ണിയപ്പം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ തെറ്റുപറ്റി, സാരമില്ല, നമ്മുടെ അജു അല്ലേ. ലതാ മോഹൻ, ദൈവമേ സരിത വരുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ബാക്കി കാണുമോ, നിങ്ങൾക്കും പൊതിഞ്ഞു തന്നു വിടാം, സരിതയ്ക്കും കൊടുക്കാം, പറയുന്നതും തിന്നുന്നതും ഒരുമിച്ച്, ഒറ്റ ഇരിപ്പിൽ 8 എണ്ണം. പാവം, ഉണ്ണിയപ്പത്തിന്റെ കാര്യം എന്തോ ആവോ. സരിത അടുത്ത വീഡിയോയിൽ ഉണ്ണിയപ്പത്തിന്റെ അവസ്ഥ പറയണേ. പറഞ്ഞല്ലോ നേരത്തെ, ഉണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു. മീന സതീഷ്, എന്റെ കുട്ടിക്കാലത്ത് ഒരാൾ 2 ചക്ക തരുമോ എന്ന് ചോദിച്ചു വന്നു. അമ്മ കയറി ഇട്ട് കൊണ്ടുപൊക്കോളാൻ പറഞ്ഞു. അയാൾ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ നിലവിളി കേട്ട് ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ പുളിയുറുമ്പ് കടിച്ച് പ്ലാവിൽ നിന്നും വേഗത്തിൽ ഇറങ്ങുകയാണ്. ഇറങ്ങിയ ശേഷം അമ്മയോട് ഒരു ചോദ്യം, പ്ലാവിൽ കയറും മുമ്പ് പറയണ്ടേ ഇതിൽ പുളിയുറുമ്പുണ്ടെന്ന്? അമ്മ അന്തം വിട്ടു നിന്നു. പിന്നെ അമ്മ പറഞ്ഞു, എനിക്കറിയോ പുളിയുറുമ്പുണ്ടെന്ന്. അയാൾ പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളോട് പറഞ്ഞു, 1 പവൻ സ്വർണം തരാന്ന് പറഞ്ഞാലും അവരുടെ വീട്ടിൽ നിന്ന് ഇനി ഒരു ചക്ക വേണ്ട എന്ന്. ഇന്ന് അജു നിന്ന് ചൊറിയുന്ന കണ്ടപ്പോൾ ഇതെല്ലാം ഓർത്തു പോയി. ഇത് ഇന്നലെ ഇട്ട വീഡിയോയിലത്തെ തലയിൽ നിറച്ച് പുളിയുറുമ്പ് വന്നില്ലേ മിഞ്ഞാത്തെ. അടുത്ത് രാധാമണി, അജു സരിത ജഗ്ഗുമോൻ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ സൂപ്പർ. മരങ്ങളുടെ അടിയിൽ കട്ട വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ എല്ലാ സ്ഥലത്തും പനിയും ജലദോഷം എല്ലാം ഉണ്ട്. സുഹറ ACS, ഹായ് സരിത അജുവേട്ടൻ നമസ്കാരം, വീഡിയോ ഉഷാർ. പിന്നെ അജുവേട്ടന്റെ കാര്യം അതിനോടൊന്നും പറയാതിരിക്കുകയാണ് നല്ലത് സരിതേ. ശാന്തി വിജയൻ, അയ്യോ സരിത, ക്ലാസ് തുടങ്ങുന്ന ടൈമിൽ തന്നെ ജഗ്ഗുവിന് അസുഖമായോ? കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് തോന്നുന്നു. മഴക്കാലത്ത് പൊതുവെ എല്ലാവർക്കും പ്രതിരോധ ശക്തി കുറയും. നെല്ലിക്ക് ചേർന്ന ലേഹ്യം കുറച്ചു കാലം മോന് കൊടുത്താൽ ഇമ്മ്യൂണിറ്റി കൂടും. ശരി, അവന് കുറേ നാൾ അടുപ്പിച്ച് നമ്മുടെ SBM വെച്ച് അവനെ പ്രാവശ്യം കഴിച്ചിട്ട് അവന് അസുഖങ്ങളൊന്നും പിന്നെ വരാതില്ല. ഇപ്പൊ കഴിക്കണില്ലേ, സാധനം ഇവിടെ ഉണ്ട്, അവൻ മറക്കൊന്നും കഴിക്കാൻ, നമ്മൾ എടുത്തു കൊടുക്കാനും മറക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാറില്ല ഇപ്പോൾ. പിന്നെ ഇപ്പോൾ ഇത് പറയില്ലേ, പിറന്നാള് മാസത്തിൽ ഒരു അസുഖം വരും, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെയൊക്കെ ആവും. ഞാൻ ഉള്ളിലേയും കഴിക്കണ്ടേ, ഇനിയിപ്പോ നെല്ലിക്ക് മറ്റേ ചേവനപ്രാവശ്യം കഴിച്ചതല്ല ഒന്ന് ആലോചിക്കുക. കുഴപ്പമുണ്ടോ? എന്തിട്ട് കുഴപ്പം, ആർക്ക് കുഴപ്പം? ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ കഴിക്കാണ്ടിരിക്കുവോ? എനിക്ക് പ്രതിരോധ ശേഷി കുറവുണ്ടെന്നുണ്ട്. ആര് പറഞ്ഞു? എനിക്കാണ് തോന്നുന്നു. തലനിറയെ പുളിയുറുമ്പ് കേറിട്ടോ അജു കൂൾ. വളം കടയോട് ചേർത്തിടരുത് അജു. സ്നേഹത്തോടെ ശാന്തി ചേച്ചി. അടുത്തത് TDFYIHOFHYG എന്ന് പറഞ്ഞിട്ടൊരു പേര് എന്തിട്ടാണാവോ. സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കണ്ടു. ഓട്ടോയിലുള്ള യാത്ര വെറൈറ്റി. ജഗ്ഗു ലാസ്റ്റ് കയറാൻ പറഞ്ഞതാണോ? അജു സരിത ആദ്യം കയറി, ജഗ്ഗു ലാസ്റ്റ് കയറി. ഓട്ടോയിൽ ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും ആദ്യം കയറി കാണുന്നത്. നാളെ റിപ്ലൈ വേണം കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലോ അതിന്റെ മുന്നിലത്തെ കൊല്ലത്തെയോ സ്കൂൾ തുറന്നപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. ചേട്ടൻ കണ്ടിട്ട്, ചേട്ടനാ ചേച്ചി അനിയത്തി ആരനാവോ കണ്ടിട്ടുള്ളത്, ഇപ്പോഴത്തെ വീഡിയോ അല്ല. അടുത്തത് ശ്രീദേവി സുരേഷ്, പുളിയുറുമ്പുകളുടെ ആക്രമണം ഉണ്ടായിട്ടും എത്ര ക്ഷമയോടെയാണ് അജുചേട്ടൻ പണി ചെയ്യുന്നത്. പുളിയുറുമ്പുകൾ ചെടിയിലുള്ളത് നല്ലതാണ്, അവ കീടങ്ങളെ നശിപ്പിക്കുന്നു. ജഗ്ഗൂട്ടിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, സുഖമായിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല, ഉഷാറായി.
ഗീത ആർ, സരിത എന്ത് പറഞ്ഞാലും അജു കേൾക്കില്ല. പക്ഷെ സരിത ഇല്ലെങ്കിൽ അജുവിന് ഒരു ഉണർവും ഇല്ല. സരിത വന്നപ്പോഴാണ് അജുവിന് സന്തോഷമായത്. സുഹ്റ, മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആളുകൾ വേണ്ടേ? നമ്മൾ ഒറ്റയ്ക്കാകുമ്പോ ഏകാന്ത പതികനായി മാറില്ലേ? സുഹ്റ സൽമാൻ, പുളിയുറുമ്പിന്റെ കൂട്ടിൽ തല കൊണ്ട് വെച്ചിട്ട് പറയാ ഈ പുളിയുറുമ്പുകൾക്ക് എന്നോട് വല്ല വൈരാഗ്യം ഉണ്ടോന്ന്. ഈ അജുവേട്ടന്റെ ഒരു കാര്യം ഞാനത് അറിഞ്ഞില്ല സത്യത്തില് തലയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് അതിനെ വെച്ചിങ്ങനെ തേച്ചു തലയില്. നല്ല ആസിഡ് മസാജ് കിട്ടി തലയ്ക്ക്. ലതാ മോഹൻ, ഞാൻ എന്തു പറയാൻ തുടങ്ങുന്നുവോ അജു അപ്പൊ തന്നെ അതിനെപ്പറ്റി പറയും. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു അബിയുവിന്റെ ചുവട്ടിൽ അളവ് പിടിച്ചു വെച്ചിരുന്നെങ്കിലെന്ന്. അപ്പൊ തന്നെ അജു അതിന്റെ കാരണം പറഞ്ഞു. അതുപോലെ രാസവളം കൊണ്ടുവന്നപ്പോഴും അതിന്റെ കാരണവും അജു തന്നെ പറഞ്ഞു. അടുത്തത് വിജയലക്ഷ്മി പി, ആദ്യം തന്നെ ജഗ്ഗുവിന് പിറന്നാൾ ആശംസകൾ. മോന്റെ വയസ്സ് പറയണ്ട, ഞങ്ങളുടെ പിറന്നാളിന് ഞങ്ങളുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നൊരു പാൽപ്പായസം നടത്തും. അത്രേ ഉള്ളൂ. എന്റെ മക്കൾക്കും അതേ ഉള്ളായിരുന്നു. കൊച്ചുമക്കളായപ്പോഴേക്കും എല്ലാം വലിയ പാർട്ടികളായി. അജു നല്ല ഒരു കടലപ്രഥമൻ വെച്ച് തന്നില്ലേ പാവം അജു. നേന്ത്രക്കായ മുറിച്ച് ആ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ജഗ്ഗു ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കണ്ടു. ഇപ്പോൾ കുറവുണ്ടോ? അജു എന്ത് ഭംഗിയായിട്ടാണ് മാവിനും ഫ്രൂട്ട് മരങ്ങൾക്കും കല്ല് വെക്കുന്നത്. പിന്നെ മോളെ ഉള്ളിലേഹിയും കിട്ടി. അജുവിനൊരു കണ്ണാടി വെച്ച് കൊടുക്കുന്ന കാര്യം മറന്നു പോകല്ലേ. 3 പേർക്കും നല്ലത് വരട്ടെ. ശ്രീരഞ്ജിനി ബി, നീറെല്ലാം കൂടി തലയിൽ കടിച്ചിട്ട് അജുവിന് ഒരു ഭാവ വ്യത്യാസവും ഇല്ല. അതോ വീഡിയോ ഓഫ് ചെയ്ത് അയ്യോ എന്ന് വിളിച്ച് ബഹളമായിരുന്നോ? എന്തായാലും അതിന് മരുന്ന് അടിച്ച് നശിപ്പിച്ച് കളയൂ സരിത പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. ജഗ്ഗുവിന് വയറിന് പ്രശ്നം മാറിയോ? തണുപ്പും മഴയും കാരണം ദഹനം. അയ്യോ ഇതിന്റെ ബാക്കി കാണാനില്ല. തണുപ്പും വയറും കാരണം ദഹനം. മഴക്കാലത്ത് എല്ലാവർക്കും ദഹന പ്രശ്നങ്ങൾ വരുമല്ലോ. ചിലപ്പോ നമ്മൾ തണുത്ത ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഛർദി, വയറിളക്കം പോലത്തെ ഇതുകളൊക്കെ മഴക്കാലത്ത് വരാൻ സാധ്യത കൂടുതലാ. പുറത്തുനിന്ന് നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും ഇല്ലേ, അതായിരിക്കും. ബാക്കിയുള്ളത് ഞാൻ ഇത് കാണാൻ നമ്മള് പുളിയുറുമ്പ് കടിച്ചിട്ട് ഓടി അങ്ങനെ അയ്യോ എന്നുള്ള പരിപാടി ഒന്നുമില്ല. ആ വീഡിയോയില് കണ്ട തന്നെ ഞാൻ അയ്യോ 10 നിലവിളി ഉണ്ടെങ്കിലും വീഡിയോയില് അത് കാണും. ഗില്ലി ബോസ് എവർ, ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ് എന്ന് ഡ്യൂഡ് പുളിയുറുമ്പ്. എന്റെ പിള്ളേരെ തൊടുന്നോടാ, എന്നാ പോയി ഒരു റൗണ്ട് നീന്തിയേച്ചും വാടാ എന്ന് ലൂസിഫർ അജുചേട്ടൻ. നിതിനെ കടിച്ച ഉറുമ്പിനെ മൊത്തത്തിൽ പിടിച്ച് ഭിത്തിയിലടിച്ച അജുചേട്ടന് 1000 അഭിവാദ്യങ്ങൾ. കാരണം എന്റെ പേരും നിതിൻ എന്നാണല്ലോ. ഉറുമ്പ് സംരക്ഷണ സമിതിക്കാർ അസ്വസ്ഥരാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി. നാസർ അഹമ്മദ്, സരിത വന്നു കോമഡിക്ക് തിരികൊളുത്തി. അജുവിന്റെ കാണാമറയത്ത് പുളിയുറുമ്പുകൾ അതിക്രമിച്ച് കയറിയപ്പോൾ സരിത പറഞ്ഞു സാരമില്ല, കുറച്ച് കഴിഞ്ഞ് നാണം തോന്നി തിരിച്ചിറങ്ങിക്കോളുമെന്ന്. അടുത്ത് ജുവൽ ജോസഫ്, എത്ര മനോഹരമായ സമാധാനമുള്ള വീഡിയോ ആയിരുന്നു. ഈ സ്ത്രീ വന്നു തീർന്നു. അജുവേട്ടാ, നിങ്ങൾക്ക് സഹനത്തിനുള്ള അവാർഡ് തരണം. ഇത്ര രസമായിട്ട് സമാധാനമായിട്ട് വീഡിയോ പോയി ഓടുന്നത് ഞാൻ. ഈ സ്ത്രീ വന്നു സമാധാനം പാടില്ലേ. അപ്പൊ വിനോദിനിക്ക് പറയാം സരിതയല്ലേ വന്നത്, വേറെ സ്ത്രീയെ കണ്ടില്ലല്ലോ എന്ന്. ഇനി വേറെ ഏതെങ്കിലും സ്ത്രീനെയാണോ ഉദ്ദേശിച്ചെന്ന് അറിയാനേ. മഞ്ജു രാജേഷ്, ഈ സ്ത്രീ എന്ന് പറയുന്നത് അജുവേട്ടന്റെ വൈഫല്ലേ, വേറെ ആരെങ്കിലും അല്ലല്ലോ, എന്ത് വർത്താനാണ് ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് റിപ്ലൈ ഉണ്ട് കേട്ടാ. അപ്പൊ ജുവൽ ജോസഫിന് എന്നെ ഇഷ്ടമല്ല, അതാണ് സംഭവം. പക്ഷെ ഒരു രക്ഷയില്ല. നമുക്കിപ്പോ ഇവിടെ വേറെ ഒരു ഡ്രസ്സ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് ഇടാതിരിക്കാം. ഇത് നമ്മുടെ ഒരു പ്രേക്ഷകന് ഇഷ്ടമല്ല, അവിടെ ഞങ്ങൾ ഇത് മുതൽ ഇതിടുന്നില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഈ സ്ത്രീനെ മാറ്റി റീപ്ലേസ് ചെയ്യാൻ ഒരു ഓപ്ഷനും നിലവിൽ ഇല്ല. അതുകൊണ്ട് ഈ സ്ത്രീനെ സഹിച്ചേ പറ്റൂ, വേറെ ഒന്നും പറയാനില്ല. ഹരിലാൽ, കട്ട വെച്ചപ്പോൾ നല്ല ഭംഗിയായി, എല്ലാത്തിനും വെക്കണം, അപ്പോൾ സൂപ്പറാകും. ജഗ്ഗുമോന് കുഴപ്പമൊന്നുമില്ലല്ലോ, ആൾ ഉഷാറല്ലേ. പിന്നെ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് കഴിഞ്ഞു പോയി. മഴ കാരണം വെക്കാൻ പറ്റില്ല. അവിടെ 2-3 വെച്ചു, ഇനിയിപ്പോ ഇവിടെ വെക്കാൻ. പിന്നെ കട്ട വെക്കാന്ന് പറഞ്ഞത് വേഗം കഴിഞ്ഞു, പക്ഷെ അത് പണിയുണ്ട്, എളുപ്പമല്ല. ഓരോന്ന് വെക്കണേ 1/2 മണിക്കൂറിലും മീത് വേണം. പിന്നെ ഇപ്പൊ ചേട്ടൻ ചെയ്യുമ്പോ മറ്റേ ടാർപ്പായ വെച്ച് അതിൽ മണ്ണിട്ടിട്ട് ചെയ്യണ വൃത്തികേടില്ല, നല്ല ഭംഗിയിൽ തന്നെ എടുക്കണേ. അടുത്തത് അനിൽഡ ജോൺസൺ, എന്റെ മോൻ എപ്പോഴും അസുഖം വരുമായിരുന്നു. ജിമ്മിൽ വിട്ടതിന് ശേഷം അസുഖം വരുന്നത് ഒരുപാട് കുറഞ്ഞു. ജഗ്ഗുവിനെ ജിമ്മിൽ വിടൂ. ശ്രീജ പി വിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്, യെസ് എനിക്കും അനുഭവം ഉണ്ട്, പറയാൻ വന്നതാണ്, അപ്പോഴാണ് ഈ കമന്റ് കണ്ടതെന്ന്. 10-20 വയസ്സായിട്ട് ചേട്ടന് ഇഷ്ടല്ലേ ജിമ്മിൽ വിടാൻ? അവിടെ ഞാൻ പോണോടത്ത് 15-16 വയസ്സായ പിള്ളേര് വരുന്നുണ്ട്. അവർക്ക് ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ളതാണ് ട്രെയിനർമാർ കൊടുക്കുള്ളൂ, അല്ലാണ്ട് ഭയങ്കര വെയിറ്റ് എടുത്തിട്ടൊന്നും ചെയ്യില്ല. പറഞ്ഞാൽ ചേട്ടന് മനസ്സിലായി. അതല്ല, പണ്ടും നമ്മൾ ഈ ജിമ്മിന് പോണ പരിപാടി ഉണ്ടായിരുന്നു. പണ്ട് ഇഷ്ടം പോലെ ജിമ്മ് തുടങ്ങിയ കാലങ്ങളിൽ
കുറേ കൊല്ലം 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ്. പണ്ടത്തെ കഥ അല്ല 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 അതല്ല കാര്യം ആ സമയത്തെ ചേട്ടന് പഠിപ്പിക്കുന്ന മാഷുമാർ പറയും 20 വയസ്സ് 22 വയസ്സൊക്കെ ആയിക്കോട്ടെ. പണ്ടത്തെ പല കാര്യങ്ങളും പിന്നീട് സത്യം ശരിയെല്ലാം തെളിഞ്ഞിട്ടില്ലേ? പല അല്ല ശാസ്ത്രം ജയിച്ചു ആവേശപൂർവ്വം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എടുത്ത് അടിച്ചു തുടങ്ങും. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അതൊക്കെ ചെയ്യും. ട്രെയിനർമാര് പറയണേ നമ്മളറിയുന്നില്ല. അത് ട്രെയിനർമാര് ഞാൻ പോകണ്ടല്ലോ, അപ്പൊ എന്റെ ഒപ്പം വന്നാ മതി. ആയിട്ടില്ല. അവന് നല്ല ആഗ്രഹമുണ്ട് വരുന്നു. ചേട്ടാ എന്ത് ഇതാ സമ്മതിക്കില്ലേ. അടുത്ത അർജുൻ വി കെ. നമസ്കാരം ചേട്ടാ. സരിതേച്ചി, ജഗ്ഗു. നേന്ത്രവാഴക്കൊലയും പച്ചക്കറിയും വിളവെടുക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. കൂടാതെ നേന്ത്രവാഴ കന്നുകൾ നടന്ന് കാണാൻ സാധിച്ചാലും വളരെ നന്ദി. സമൃദ്ധമായ വിളവെടുപ്പ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ. നേന്ത്രവാഴക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഒറ്റ കായിക്കൊണ്ട് ഒറ്റ കളച്ച് അതിൽ വെച്ചു. ഇനിയാണ് അവറ്റകൾക്ക് ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ കുറച്ച് കൂമ്പെടുത്ത് കഴിയുമ്പോഴേ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്ത് വലുതാക്കാം. ജെസ്സി ടാർസസ്. ഇമ്രാനെയും ചാർലിയും എപ്പോഴും കാണിക്കണം. നല്ല രസമാണ് അവരുടെ കളി കാണാൻ. അജു എന്ത് നിഷ്കളങ്കനാണ്. കുലം ഉണ്ടായപ്പോൾ കുഞ്ഞു കുട്ടികളെ പോലെ അജുവിൻ്റെ സന്തോഷം കാണാൻ എന്ത് രസമായിരുന്നു. അവസാനം അതിൻ്റെ തൂക്കം കാണിച്ചു തന്നപ്പോഴാണ് അജുവിന് സമാധാനമായത്. ഇതിനൊക്കെ എത്ര കഷ്ടപ്പെടാനും അജുവിന് ഒരു മടിയുമില്ല. കുല എടുത്തോണ്ട് നിൽക്കാൻ സരിത പറഞ്ഞപ്പോൾ അജു കുല എടുത്തോണ്ട് നിന്നു. അതാണ് അജു. ഉണ്ണി കുല കണ്ടോ എന്ന് ജഗ്ഗുവിനോട് എന്ത് സന്തോഷത്തോടെയാണ് അജു ചോദിക്കുന്നത്. നല്ല വീഡിയോ. അടുത്തത് VGS നായർ. ഞങ്ങളുടെ വീട് കൈപ്പറമ്പ് പുത്തൂരാണ്. ഓണക്കാലത്ത് കാഴ്ചക്കുലയായി ഉപയോഗിക്കാൻ അനുയോജ്യമായ വലുപ്പവും ഭംഗിയും നല്ല നീളവും സ്വർണ്ണ മഞ്ഞ നിറവും ഉള്ള നേന്ത്രക്കുലകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് കൊണ്ടുപോകാറ്. നിങ്ങളുടെ നേന്ത്രക്കുല എടുത്തു നിൽക്കുന്ന പോസ് കണ്ടപ്പോൾ ഓണക്കാലത്തെ കാഴ്ചക്കുലയുടെ ഓർമ്മകൾ വന്നു. അല്ലെങ്കിലും തൃശ്ശൂർ ചങ്ങാലിക്കോടൻ നേന്ത്രക്കായ ഫേമസ് ആണ്. നമ്മളവിടെ ചങ്ങാലിക്കോടൻ ഉണ്ടായി. അത് 2 ചെറിയ പടൽ മാത്രമേ ഉണ്ടായില്ല. നമ്മളും അതുപോലെ വെച്ച് ഇതുപോലെ കൊലയൊന്നും ഉണ്ടായില്ല. ഓർമ്മയില്ലേ? ചങ്ങാലിക്കോടൻ്റെ പടം ഉണ്ടായി. ഭയങ്കര ടേസ്റ്റാ. ശ്രീദേവി സുരേഷ്. നേന്ത്രക്കൊല വെട്ടിയെടുത്തതിന്റെ സന്തോഷം അത് പഴുത്ത് കഴിഞ്ഞ് തിന്നാനുള്ള ആവേശം അജുചേട്ടന്റെ വാക്കുകളിലുണ്ട്. ആ കുലയിൽ വല്ലതും ബാക്കി ഉണ്ടാകുമോ ആവും. പിന്നെ വെന്തി ചെടിയുടെ കൂമ്പ് നുള്ളി മാറ്റിയാൽ വേറെ ശിഖരങ്ങൾ ഉണ്ടാവും. നുള്ളിയ തണ്ട് മാറ്റി നട്ടാൽ വേറെ ചെടി ഉണ്ടാവും. കുറച്ചുകൂടി വലുതാവട്ടെ എന്നിട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ കൊല്ലം കുറേ പേര് കമന്റ് ഇട്ടത് ഉള്ളി കുഴിച്ചിട്ട് അത് ഉണ്ടാവുന്നു. അതിനുള്ള വലിപ്പമായിട്ടില്ല. അടുത്തത് ഷീല ഗിരീഷ്. നേന്ത്രക്കുല കണ്ടപ്പോഴുള്ള അജുവിന്റെ സന്തോഷം കണ്ണും മനസ്സും നിറഞ്ഞു. ഇവിടെ ഞങ്ങളും നേന്ത്രവാഴ വെക്കാറുണ്ട്. ചിലപ്പോൾ നല്ല കുല കിട്ടാറുണ്ട്. ഇപ്പോൾ കുലച്ച് കുറച്ച് കഴിയുമ്പോൾ ചെള്ള് വന്ന് ഒടിഞ്ഞു പോകും. ഉള്ളിലത്തെ പിണ്ടിപ്പുഴു അങ്ങനെ എന്തോ വരും. അടുത്തത് നീലാഞ്ജലി. ഈ നേന്ത്രക്കുല പഴുക്കുമ്പോൾ അത് മുഴുവനും ഇരുന്ന് വെട്ടി വിഴുങ്ങാതെ പഴം കൊണ്ട് ഒരു 3-4 റെസിപ്പീസ് കാണിക്കുക. ഈ പറയുന്ന അജു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ജഗ്ഗുവിന്റെ പിറന്നാളിന് അന്ന് ജഗ്ഗുവിന് ഇഷ്ടമുള്ള പാലടപ്രഥമൻ വെക്കാതെ ഈ ശർക്കര പായസം വെച്ചതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊള്ളുന്നു. എപ്പോഴും പിറന്നാൾ കുട്ടിയുടെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുക്കണം. അതുകൊണ്ട് ഒരു ദിവസം പാലടപ്രഥമൻ വെച്ച് ജഗ്ഗുവിന് കൊടുക്കുന്നത് കാണിക്കൂ. ഇല്ലെങ്കിൽ വിവരം അറിയും. സബ്സ്ക്രൈബേഴ്സിന്റെ ഭീഷണിയായി കരുതിക്കോളൂ. ഇന്ന് ശനിയാഴ്ചയാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം. ജഗ്ഗുവിന്റെ 4 ദിവസമാണ് ആ വിട്ടനാള്. ഇന്ന് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കമന്റ് റീഡിങ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അടുത്തത് സീനത്ത് MA. ജൈവ നേന്ത്രക്കുല അജുവേട്ടൻ്റെ ജൈവ കൃഷിയുടെ ഫലം സന്തോഷം. നല്ല മധുരമുണ്ടാവും നാടൻ പഴത്തിന്. അടുത്തത് ശാന്തകുമാരി. നല്ലൊരു കുല കിട്ടിയല്ലോ. വീട്ടിൽ ഉണ്ടാകുന്ന പഴത്തിന്റെ സ്വാദൊന്ന് വേറെ തന്നെ. ഇവിടെയും ഉണ്ടായിരുന്നു ഇതുപോലെ. ഇപ്പോൾ റോബസ്റ്റ ഞാലിപ്പൂവൻ മാത്രമേ ഉള്ളൂ. അധ്വാനത്തിന്റെ ഫലമല്ലേ ആ പറമ്പുകളിൽ വിളയുന്നത്. അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. ആരോഗ്യവും മനസ്സും സമാധാനവും ഉണ്ടാകട്ടെ ജീവിതത്തിൽ. അടുത്ത് മണികണ്ഠൻ നായർ. അജുവേട്ടന്റെ സന്തോഷം കാണുമ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഒരു യഥാർത്ഥ ബാക്കി എടുത്തിട്ടില്ലേ യഥാർത്ഥ കൃഷിക്കാരന്റെ സന്തോഷമായിരിക്കും ഉദ്ദേശിച്ചത്. അതെ, മുഴുവൻ എടുത്തിട്ടില്ല കേട്ടാ, സോറി. അടുത്തത് വിനോദിനി KP. ഇമ്രാൻ ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുതലാളിക്ക് ബോധം വെക്കുന്നില്ലല്ലോ. മുതലാളിക്ക് ബോധം വെക്കുന്നത് വരെ ഞാനിത് തുടരും. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. രാസൻ തോറ്റു ജൈവൻ ജയിച്ചു. എന്റെ ജൈവദൈവങ്ങളെ നന്ദി. കുട്ടൻ CK. സരിതേച്ചി ക്വസ്റ്റ്യൻമാർക്ക് പോലത്തെ വെണ്ടക്കായ ഉണ്ടാകുന്ന വിത്തുണ്ടെങ്കിൽ കുറച്ച് വേണമായിരുന്നു. ഇങ്ങനെ പോണ സാധനങ്ങളുണ്ട്. ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോണ്. അടുത്തത് ലൈലാൻ വാർ. ഹാ 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 ഹാ. വാഴ വെച്ചിട്ട് അതിനോട് ഉണ്ടായിക്കോളോട്ടാ എന്ന്. എന്താ പറയാ, ഇതൊക്കെ കണ്ടാൽ ചിരിക്കാതിരിക്കാൻ പറ്റൂ. അടുത്തത് ഉഷ ഷാജി. പാവം സരിത അജുവിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അജുവിനും സരിതയോടുള്ള സ്നേഹം കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. അടുത്തത് ജയൻ വിജയ.
അജുവിൻ്റെ സംസാരം കേട്ട് ചിരിച്ചൊരു വഴിയായി. ഞാൻ ഉള്ളി ലേഹ്യം കിട്ടി, സൂപ്പർ ലേഹ്യമാണ്. സന്തോഷം. ബട്ടർഫ്ലൈ, ബൾബ് പോലെ നിറയുണ്ടായ ആ പച്ചക്കറിയുടെ പേരെന്താ? അത് പച്ചക്കറി ഇല്ല, അത് പച്ചക്കറി എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അത്. ജഗ്ഗുവിന് പാലടപ്പായസം ഉണ്ടാക്കി കൊടുക്കാത്തതിലുള്ള പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേരുന്നു. അടുത്തത് ജൂലി ചാർലി, ഞങ്ങളുടെ വീട് തൃശ്ശൂർ പുത്തൂരാണ്, സുവോളജിക്കൽ പാർക്കിന്റെ ഗേറ്റിന്റെ അടുത്താണ്. നമ്മൾ പോയിട്ടില്ല ഇതുവരെ, ആയിട്ടില്ല എന്നാ പറയണത്, അതുകൊണ്ട് പോയിട്ടില്ല. അടുത്ത ഷെഫീഖ് വേൾഡ്, നമസ്കാരം. അജുവേട്ടന്റെ നേന്ത്രക്കൊലയ്ക്ക് ആശംസകൾ. അത് പഴുത്തിട്ട് കഴിക്കുന്നതും കാണിക്കുമെന്ന് കരുതുന്നു. നാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് വന്നാൽ ജൈവ നേന്ത്രപ്പഴം തരുമോ അജുവേട്ടാ? തരും. ലാലി തോമസ്, അതിന്റെ പിണ്ടി എടുത്ത് പലവിധം കറികൾ ഉണ്ടാക്കണേ അജു. അടുത്തത് ഗ്രേസി വർഗീസ്, ഞാൻ ഇന്ന് എന്നും നിങ്ങളുടെ വീഡിയോ കാണും, 9 മണിയാവാൻ കാത്തിരിക്കും. വാഴക്കൊല സൂപ്പർ. അടുത്ത് അയാൻ ഡി ലഫി, ഞാൻ അന്ന് ഡ്ലഫി എന്നാ വായിച്ചേ, അപ്പൊ അങ്ങനെയല്ല വായിക്കണം, വാസ്കോ ഡി ഗാമ എന്നൊക്കെ പറഞ്ഞ പോലെ അയാൻ ഡി ലഫി എന്നാണ് ഇത് വായിക്കണ്ടേ. അപ്പൊ ഡി കഴിഞ്ഞിട്ട് ഒരു ഹൈഫണും കൂടി വേണം. പാഷൻ ഫ്രൂട്ടും അസോളയും നേന്ത്രക്കുലയും എല്ലാം വളരട്ടെ, പക്ഷേ കണ്ണിൽ മണ്ണെണ്ണ ഒഴിച്ച് ഞാൻ കാണാൻ കാത്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന് ഇന്നലെ വെട്ടിക്കൂട്ടി അസ്ഥികൂടമാക്കിയ റംബുട്ടാന് വേണ്ടിയിട്ടാണ്. റംബുട്ടാനൊക്കെ നല്ല വളർച്ചയായി തുടങ്ങിയിട്ടാ വെട്ടിയത്. അയാൻ ഡി ലഫ് എനിക്ക് ഇൻസ്റ്റാഗ്രാമില് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കണ്ടപ്പോ ഇത് നമ്മുടെ കമന്റ് നല്ല രസമായിട്ട് കമന്റ് ഇടുന്ന ആളാണല്ലോ വെച്ചാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ മെസ്സേജ് വന്നു, 2000 ചില്ലറ പേരെ ആള് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ആളെ ആരും തിരിച്ച് ഫോളോ ചെയ്യില്ല, 0 ഫോളോവേഴ്സ് എന്നാണ് എടുക്കണേ. അപ്പൊ ഇത്ര 2000 ചില്ലറ പേര് എന്നെ ഫോളോ ചെയ്തിട്ടും എന്നെ ഒരാൾ പോലും തിരിച്ച് ഫോളോ ചെയ്തില്ല. ആദ്യമായിട്ട് ഒരു ഫോളോ എനിക്ക് വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആരാ, അപ്പോ യൂട്യൂബിൽ ഞാനിടുന്ന കമന്റിന് വേണ്ടി റിപ്ലൈ തരാൻ കെട്ടിയോളും കൂടി വന്നേക്കാണെന്ന് പറഞ്ഞിട്ട്, അതാണല്ലേ ഇതിന്റെ പിന്നിലെ രഹസ്യം എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അടുത്തത് വത്സമ മാത്യു, കായപ്പഴുക്കട്ടെ, നീലഗിരിയിൽ നിന്ന് ഞാനും വരുന്നു പഴം കഴിക്കാൻ. അടുത്തത് സു, ഗോഡ് ബ്ലസ് യു. പ്രിയപ്പെട്ടവരെ, പാവം പട്ടിക്കുട്ടന്മാരെ വഴക്ക് പറഞ്ഞപ്പോൾ പാവങ്ങളെ പോലെ അഭിനയിക്കുന്നു. 2 പഠിച്ചകളമാരാ. റെയിൻബോ പ്ലാന്റർ ചാർലി, എനിക്കൊന്നും അറിയില്ലേ, എന്നെ ഒന്നും പറയല്ലേ, പാവം. എനിക്കും ഇപ്രാവശ്യം വാഴ ചതിച്ചില്ല. 13 വാഴ വെച്ചതിൽ 10 വാഴ കുലച്ചു. ഓരോന്നും എമ്മണ്ടൻ വാഴക്കുലകൾ ഉണ്ടായി. പൂവമ്പഴം, ഏത്തൻ, റോബസ്റ്റ, പിന്നെ പേരറിയാത്ത ഏതോ ഒരു പഴം, എല്ലാം സൂപ്പർ. വിളവെടുപ്പ് ചെയ്യാൻ പറ്റി. ഒരു തരി കെമിക്കലില്ല, ഫുൾ ഓർഗാനിക് ആയിരുന്നു. ചാമ്പൽ പൊടി, വീട്ടിലെ വെജിറ്റബിൾ വേസ്റ്റ്, കഞ്ഞിവെള്ളം, അങ്ങനെ ഓരോ മാസം കൂടുമ്പോൾ ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും. സത്യം എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ? വീട്ടുകാർക്കും അയൽവാസികൾക്കും കൊടുത്തു. ഇപ്പൊ നിലവിൽ 2 കപ്പ വാഴ നിൽപ്പുണ്ട്. അജുവേട്ടാ സരിതേച്ച് ഓരോ വീഡിയോയിലും ജൈവകൃഷിയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണേ. എനിക്ക് അതിന്റെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആരോഗ്യം നിലനിർത്താൻ ജൈവമാണ് നല്ലത്. എന്തായാലും ഇന്നത്തെ വീഡിയോ കൊള്ളാം. അടുത്തത് ദീപാലാലു, വസ്ത്രങ്ങൾ കീറിയാൽ പോലും അജുവേട്ടൻ കളയില്ല എന്ന് ഇമ്രാനും മനസ്സിലായി. എന്നാ പിന്നെ ഒരു പണി മുതലാളിക്ക് കൊടുക്കാമെന്ന് ഇമ്രാനും വിചാരിച്ചു. വാഴക്കുല വെട്ടുമ്പോൾ അജുവേട്ടനിൽ കണ്ട ആ സന്തോഷം ഒരു കുഞ്ഞുകുട്ടിയെ പോലെ തോന്നി. അടുത്തത് മലപ്പുറം, മത്തന്റെ മൂക്കാത്ത ഇല കഞ്ഞിവെള്ളത്തിൽ താളിച്ചാൽ നല്ല സ്വാദാണ്. കുറച്ച് പച്ച കുരുമുളകൊക്കെ കുത്തിയിട്ട് സൂപ്പറാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, മുരിങ്ങ താളിക്കും പോലെ തന്നെ. അത് മലപ്പുറംകാര് ചെയ്യണതാണ്, അത് ചെയ്യാട്ടോ നമുക്ക്. രമ്യ സുനിൽ, ചാണവും ചാരകവും ചിരിക്കണമെങ്കിൽ ഈ ചാനൽ വെച്ചാ മതി. ചാണകം എന്നുള്ളതിനാണ് ചാണവും ചാരകവും. രമ്യ സുനിൽ, ഞാൻ തയ്യൽ കടയാണ്. 10 തുറക്കും. തുറന്നാൽ ഉടനെ ഭക്തിഗാനങ്ങൾ വെക്കുന്നു. 10 മണിക്ക് തുറക്കും. തുറന്നാൽ ഉടനെ ഭക്തിഗാനങ്ങൾ വെക്കുന്നത് പതിവായിരുന്നു. ഇപ്പോൾ ഒരു പാട്ട് കേട്ടാലായി. അജൂസ് വേൾഡിൽ വീഡിയോ 9 മണിക്ക് ഇട്ട് 10 മണി വരെ ക്ഷമിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങളെ. ഇന്നാളെ ആരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ അമ്മ, നിങ്ങളുടെ വീഡിയോ മയക്കുമരുന്ന് അടിച്ച പോലെയാണ്. ആ സമയത്ത് വെച്ചില്ലെങ്കിൽ ഭയങ്കര അലമ്പാന്ന് വീട്ടില്. വേറെ ഒരു പരിപാടി വെക്കാൻ 9 മണി എന്ന് പറഞ്ഞ സമയമുണ്ടോ, നിങ്ങളുടെ വീഡിയോ വെച്ചിരിക്കണം. അയ്യോ എൻ്റെ അജുവിന് സരിതേനും കാണണം, എൻ്റെ അജുമോൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. തോമസ് മംഗലം, നമസ്കാരം ഉണ്ട് കേട്ടാ. ഹായ്, ട്രൗസർ കടിച്ചു കീറിയത് കാണിച്ചിട്ട് എടാ ഇമ്രാനെ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് കാര്യമില്ല. അതിന് മടിയിലിരുത്തി നല്ല ഭാഷയിൽ ഇമ്രാൻ കുട്ടാ, ചക്കരേ, കുട്ടാ, പൊന്നുമോനെ എന്നൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, പുതിയ നിക്കറല്ലേ കുട്ടമണി എന്നൊക്കെ പറഞ്ഞ് 2 കോഴിമുട്ടയും 1 ഗ്ലാസ് പാലും കൊടുത്തു നോക്ക്, ചിലപ്പോൾ അനുസരിക്കും. വല്ലാത്ത ജാതി.
കുല വെട്ടി വീടെത്തിയിട്ടില്ല, കായക്കൊല തോളത്തെടുത്ത് വെച്ചുള്ളൂ, അതിനു മുമ്പ് അത് പഴുത്ത് പഴാകുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്തായിരിക്കും എന്ന് പറയാനുള്ള അജുവിന്റെ ആ വൈഭവം, ഹാവു ഭയങ്കരം. നമുക്ക് വീട്ടിലുണ്ടാവുന്ന കൊലയുടെ ടേസ്റ്റ് നമുക്ക് അറിയാലോ, ചിലപ്പോ ഒരു പടലേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ടേസ്റ്റാ. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേന്ത്രവാഴ പല നേന്ത്രവാഴയ്ക്കും പല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ മഞ്ചേരി നേന്ത്രൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും, ചങ്ങാരിക്കൊണ്ട വേറെ ടേസ്റ്റ് ആയിരിക്കും, പിന്നെ അങ്ങനെ കുറേ ഇതുകളുണ്ടല്ലോ, കുറേ നേന്ത്രവാഴുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ഈ രാസവളം അല്ലെങ്കിൽ മരുന്നൊന്നും അടിക്കാണ്ട് ഈ കുരുടാനും ഇതായും വാങ്ങി ഒന്നും ചെയ്യാണ്ട്, നമ്മൾ കുരുടാന്ന് പറയുന്നു, ഫ്യൂരിഡാനും ഒക്കെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ആ തനതായ രീതിയിലുണ്ട് അതിൻ്റെ പഴം ഉണ്ടാവില്ലേ, അതൊക്കെ ഏതാണെങ്കിലും മഞ്ചേരി നേന്ത്രനാണെങ്കിലും ചങ്ങാലിക്കുടനാണെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടാവണമെങ്കിലും അതിൻ്റെ പഴം ഭയങ്കര ടേസ്റ്റാണ്, നല്ല രസമാണ്. ഒരു കല്ലപ്പ ഒരു ചുക്കുണ്ടാവില്ല അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണ്ടത് ഞാൻ കേട്ടു. ഏത് വാഴയിലും ജൈവം ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. സൗജാദ് ബീവി, ഇനിയെങ്കിലും ഇത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങാൻ വേണ്ടിയാണ് ഇമ്രാൻ ആ പണി ചെയ്തത്. അടുത്തത് റിയ റാഫേൽ, നിങ്ങളുടെ കുല വെട്ടൽ ആഘോഷത്തിൽ ഞങ്ങളും വരട്ടെ, ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ്. ഒരു നേന്ത്രക്കൊല ഉണ്ടായിട്ട് സന്തോഷമാണ്. അബ്ദുൾ അലി, ഇമ്രാന്റെ മനസ്സ് എനിക്കറിയാം. ഇമ്രാനും പറയുന്നു, അല്ല ചേട്ടനും അജു ചേട്ടനും ട്രൗസർ ഇട്ട് ഇനി ജോലി ചെയ്യണ്ട, ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ മുണ്ടെടുക്കൂ. ഇമ്രാൻ പറയുന്നു, അടിയിലെ ഒരു ഷെഡ്ഡി മേലെ മുണ്ടെടുത്ത് മടക്കി കുത്തി ജോലി ചെയ്യൂ എന്നാണ് ഇമ്രാൻ പറയുന്നത്. നായ്ക്കളുടെ മനസ്സല്ല എനിക്കറിയാം, ഞാൻ ശാസ്ത്രം പഠിച്ച ആളാണ്. മലപ്പുറം അലിക്ക. നായ്ക്കളുടെ മനസ്സറിയാം. ഇനി നോക്കിക്കോട്ടെ, ആളുടെ കമന്റ് വായിച്ചാലും ആള് വന്നിട്ട് അലിക്കയ്ക്ക് സങ്കടം വന്നു, കരഞ്ഞു, അലിക്കയുടെ കമന്റ് വായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ സരിത വേറിട്ട് ആള് കമന്റ് ഇടും. അപ്പൊ നമ്മൾ റിപ്ലൈ കൊടുക്കും, അലിക്ക മര്യാദയ്ക്ക് പോയിട്ട് വീഡിയോ ഫുൾ ഇരുന്ന് കാണും, അലിക്കയുടെ കമന്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആള് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കമന്റ് ഇടും, ആ സോറി കേട്ടോ ഞാൻ കണ്ടു, എൻ്റെ കമന്റ് വായിച്ചിട്ടുണ്ട്. അടുത്തത് വിമല, അജൂസ് ഫാമിലി മെമ്പർ സരിത, ഇന്നലെ രാത്രിയിലാണ് പിറന്നാൾ വീഡിയോ കണ്ടത്, കമന്റ് ഇട്ടു, നിങ്ങൾ അത് കണ്ടിട്ടില്ല, സോ ഞാനത് ഡിലീറ്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോ കൊള്ളാം, നേന്ത്രക്കുല സൂപ്പർ, എനിക്കൊരു തൈ കഴിഞ്ഞ വർഷം കിട്ടി, നല്ല ഒരു കുലയും അതിൽ നിന്ന് വെട്ടി, ഇപ്പോൾ അതിന്റെ തൈകളുണ്ട്, ഇതുവരെയും കുല വന്നിട്ടില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മൾ പിറ്റേ ദിവസം എപ്പോഴാണോ ഒഴിവ് കിട്ടുക, എല്ലായ്പ്പോഴും നമുക്ക് ഒഴിവ് കിട്ടണമെന്നില്ല. എന്താ പറയാ, ഉള്ളിലേഹ്യത്തിന്റെ ഓർഡറുകൾ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച വരില്ല, അത് എഴുതിയെടുക്കലും അങ്ങനെ ഇത് കാരണം കൊണ്ട് എനിക്ക് രാത്രി ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോകൾ എടുത്ത് അതിന് ഞാൻ കമൻറ്റ്, കാരണം നിങ്ങൾ വീഡിയോ കാണാൻ എത്ര സമയം കളയുന്നു, എന്നിട്ട് പിന്നെയും സമയം എടുത്ത് കമൻറ്റ് ഇടുന്ന നിങ്ങളുടെ എഫേർട്ടിനെ നമ്മൾ മാനിക്കണം. അപ്പം എങ്ങനെയെങ്കിലും സമയം കിട്ടുമ്പോൾ പിന്നെ കഴിഞ്ഞ വീഡിയോകൾക്ക് പരമാവധി ശ്രമിക്കും, എന്നാലും കുറച്ചൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഡിലീറ്റ് ആക്കി അപ്പോൾ ഡിലീറ്റ് ആക്കൊന്നും വേണ്ട കേട്ടാ. അടുത്തത് ക്രിസ്റ്റി തോമസ്, പട്ടിക്കുട്ടികളുടെ പേരാണ് ഹൈലൈറ്റ്, ഇമ്രാൻ ചാർലി, വല്ല സദാം ഹുസൈൻ എന്നോ ബിൻ ലാദൻ എന്നോ ആകാഞ്ഞത് ഭാഗ്യം. ഈ ക്രിസ്റ്റി തോമസ് ഇതൊരു 10ാമത്തെ വട്ടങ്ങളായി ഇത് സെയിം കമന്റ് ഇടണേ. ലാദൻ ഉണ്ടായിരുന്നു, സദാം ഹുസൈൻ ഉണ്ടായിരുന്നു, ലാദൻ എന്ന് പറഞ്ഞൊരു നായ ഉണ്ടായിരുന്നു. അവൻ എന്ന് പറഞ്ഞ ലോകസഞ്ചാരിയാ, ലോകമേ എവിടേക്കൊക്കെ പോയാലും ആളിങ്ങോട്ട് വരും, അങ്ങനത്തെ ഒരു നായ ഉണ്ടായിരുന്നു ലാദൻ. അടുത്തത് വീണ, ഇമ്രാൻ മുതലാളി ഒന്ന് മോഡേൺ ആക്കാൻ നോക്കിയതാ, സ്വന്തമായി ചെയ്യില്ല, അപ്പൊ ഞാൻ തന്നെ ട്രൗസർ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ മുതലാളി? ഒരു തെറ്റും ചെയ്തിട്ടില്ലേ. പ്രിയൻ കെ എ വിക്ടർ, സോറി പ്രിയങ്ക വിക്ടർ, എന്തിനാണ് ഇമ്രാൻ മോനെ ചീത്ത പറയുന്നത്? ഇമ്രാന്റെ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഇമ്രാൻ മോനെ ഫാഷൻ ഡിസൈനിങ് വിട്ട് പഠിപ്പിക്കണം. ഇപ്പോൾ ട്രൗസറിൽ ചെയ്ത ഡിസൈനിങ് രാജ്യാന്തര നിലവാരത്തിൽ വളരെ മികച്ചതാണ്. നിങ്ങൾ ഫാഷൻ ഷോ ഒന്നും കാണാറില്ലേ? ഈ ട്രൗസറിൽ ചെയ്ത് ഡിസൈനിങ് ഫാഷൻ ലോകം കണ്ടാൽ ഇമ്രാൻ മോനെ അവർ തട്ടിക്കൊണ്ടു പോകും. അങ്ങനെ ഇന്നത്തെ കമന്റ് വായന അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.